നമസ്കാരം. തിരുവല്ല കാവും ഭാഗം പെരിങ്ങോളിൽ ജീവനൊടുക്കുന്നതായി സുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷം +2 വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ വായ്പൂർ സ്വദേശിയായ ജാവേദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരിങ്ങോൾ സ്വദേശിനിയായ 17-കാരിയാണ് മരിച്ചത്. മോഡൽ പരീക്ഷയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ പെൺകുട്ടി അടുക്കളയുടെ കഴുക്കോലിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. 3 മണിയോടെ ജാവേദ് സ്കൂട്ടറിലെത്തി. തുടർന്ന് തൂങ്ങി നിന്ന കുട്ടിയെ ഷാളറുത്ത് തോളിലെടുത്ത് ഓടുമ്പോഴാണ് അയൽവാസികൾ പോലും സംഭവം അറിയുന്നത്. സമീപവാസികൾ ചേർന്ന് പെൺകുട്ടിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംഭവ സമയം കുട്ടിയുടെ മുത്തശ്ശി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മരണപ്പെട്ട പെൺകുട്ടിക്കും സഹോദരനും ജാവേദ് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ കാവുംഭാഗം ജംഗ്ഷനിൽ വെച്ച് പെൺകുട്ടിക്ക് വാങ്ങി നൽകിയ ഫോൺ ജാവേദ് എറിഞ്ഞു പൊട്ടിച്ചിരുന്നു. തുടർന്ന് സഹോദരൻ നൽകിയ ഫോണും ജാവേദ് തിരികെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടിലെത്തിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. തിരുവല്ല പോലീസ് നടത്തിയ നടപടികൾക്ക് ശേഷം മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവല്ലയിലെ പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 പഠിക്കുകയാണ് പെൺകുട്ടി. എൻ്റെ പേര് ശ്രീനിവാസ്. ഞാൻ ഈ വാർഡിൻ്റെ മുൻ കൗൺസിലറാണ്. ഞാൻ ഏകദേശം ഒരു 2:30 മണിയോട് കൂടിയാണ് ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അപ്പോൾ അറിയാൻ സാധിച്ചത് ഈ കുട്ടി ഇന്ന് സ്കൂളിൽ പോയി എക്സാമൊക്കെ എഴുതിയിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ ആണ് ഈ കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ഇത് ഷാളിലാണ് തൂങ്ങിയിരിക്കുന്നത്. അന്നേരം ഈ കുട്ടിയെ അറത്തിട്ടത് ഒരു പയ്യനാണ്. ആ പയ്യനെ നമ്മളാരും ഈ പ്രദേശത്തൊന്നും ആദ്യം കണ്ടിട്ടില്ല. ആ പയ്യനെ അറത്തിട്ടിട്ട് തോളയിലിട്ടുകൊണ്ട് ഓടുമ്പോഴാണ് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ തന്നെ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പോലീസുമായി ബന്ധപ്പെടുകയും ഈ പയ്യനെ അവിടെ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പോലീസ് വന്ന് ഈ വീടെല്ലാം സെർച്ച് ചെയ്തിട്ട് സീൽ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും നമ്മളെ അറിയാൻ സാധിച്ചത് ആ കുട്ടിക്ക് ആ പയ്യനുമായിട്ട് എന്തോ ഒരു ഇഷ്ടമുള്ള രീതിയിലാണ്. കൂടുതലായിട്ടൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി. അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടത്തുമ്പോഴേ അറിയാൻ സാധിക്കും. ഓ ശരി ശരി. വണ്ടി നിന്നെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു.